ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ്. ഏത് വേണമെങ്കിലും നിങ്ങൾ വിഭജിച്ചെടുത്തോ കേട്ടോ, കാരണം ഓരോ രാജ്യത്തുള്ളതല്ലേ. ഇപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ, എന്താണ് വീഡിയോ എനിക്കറിയില്ല. ഇന്നത്തേത് എന്നാലും ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമല്ല. ഞാൻ ചുമ്മാ സത്യം പറഞ്ഞ വീട്ടിൽ ഇരുന്ന് മടുത്തു. നാലഞ്ച് ദിവസമായിട്ട് അവധിയായിട്ട് ഒന്നും ചെയ്യാനില്ലാതെ ബോറടിച്ച് ഏകാന്തതയുടെ പാട്ടൊക്കെ പാടി മരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, പണ്ടത്തെ നമ്മുടെ ഒരു പരിപാടിയിലായിരുന്നോ, ഇടയ്ക്ക് ചുമ്മാ കറങ്ങാൻ പോകുന്ന വിൻഡോ ഷോപ്പിംഗ്, അങ്ങനെ എവിടെയെങ്കിലും പോയേക്കാന്ന്. അങ്ങനെ അങ്ങ് പോവാണ്. ഉണ്ടല്ലേ, ഈ വീട്ടിൽ ഞാൻ മാത്രം. ഞാൻ സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഇത്രയും ബോറിങ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. വീക്കെൻഡ് 2 ദിവസം അവരുണ്ടായിരുന്നു. പിന്നെ എന്നെ ചെയ്യാനാന്നേ, പോയേക്കാം നമുക്ക് അങ്ങോട്ട് അല്ലേ. ചുമ്മാ ഒരു കറക്കം. വരുന്നോ എന്നോട് കറങ്ങാൻ? ആരെങ്കിലും ഷോപ്പിങ്ങിന്? ഇച്ചിരി ബോറായിരിക്കും, എന്നാലും നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ, എൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ. ഞാൻ അബുദാബിയിൽ നിന്ന് വീഡിയോ എന്നൊരു പാവം പിടിച്ച പെൺകുട്ടിയെന്ന് ഇന്നാൾ പറഞ്ഞപ്പോൾ ആരാണ്ട് എന്നെ ട്രോളി. എന്നാലും എനിക്ക് നാണമില്ലാത്തതുകൊണ്ട് പിന്നെയും പറയുക, ഞാൻ അബുദാബിയിൽ നിന്ന് വീഡിയോ എന്നൊരു പാവം പിടിച്ച പെൺകുട്ടിയാണ്. ഇതുവരെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ, യൂട്യൂബ് ചാനൽ ലിറ്റി ജസ്റ്റിൻ. അപ്പോൾ പോവാം നമുക്ക്. ബാ, എങ്ങോട്ടാണെന്ന് നമുക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ തീരുമാനിക്കാം കേട്ടോ. ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എവിടാണെന്ന് നിങ്ങൾ കമൻറ്റ് ബിലോ. അറിയാമല്ലോ എവിടെ ആയിരിക്കും ഞാൻ പോകുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഞാനിങ്ങനെ തന്നെ ഒരു കറക്കത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവധി കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓർക്കും കറങ്ങാൻ പോകണമെന്ന്. പിന്നെ ഉണ്ടല്ലോ, എഴുന്നേറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പണിയെല്ലാം ഒതുക്കി ഒന്നുകൂടെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനുമേ കൊച്ചു സ്കൂളിൽ നിന്ന് വരാറാവുന്നേ, ഉച്ചയാകുമ്പോൾ അവൻ വരുവേ. പിന്നെ അങ്ങ് മടി പിടിച്ചങ്ങ് നീണ്ടു പോയി. ഇതിപ്പോൾ എനിക്ക് 4-5 ദിവസമായിട്ട് അവധിയാണ്. ചുമ്മാ വീട്ടിലിരുന്ന് ഞാൻ മരിച്ചു ബോറടിച്ച്. അപ്പോൾ വിചാരിച്ചു ഒന്ന് കറങ്ങാൻ പോകുന്നു. ഈ കറങ്ങാൻ പോകുന്നതിൻ്റെ ഉദ്ദേശം കാശ് പൊടിക്കുക എന്നുള്ളത് മാത്രമൊന്നും അല്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വെച്ച് ചെന്ന് കയറുന്നത് എവിടെയാണെന്ന് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ എല്ലാ വീഡിയോയിലും കാണുന്ന. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്നെ ഞെട്ടിച്ചത് വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ. ഇങ്ങോട്ട് നോക്കി, നമ്മൾ സ്ഥിരം കോഫി കുടിക്കുന്ന നമ്മുടെ സ്റ്റാർബക്സ് ഇല്ലേ, അത് ക്ലോസ് ചെയ്തേക്കുന്നു. തലേദിവസം കൂടെ ഞാനത് അവിടെ കണ്ടതാണ്. ഇതെന്നാ പറ്റി? സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമം തോന്നി കേട്ടോ. പിന്നെ ഞാൻ അവിടെ നോക്കിയപ്പോൾ അവരുടെ കുഞ്ഞൊരു ഔട്ട്ലെറ്റ് പോലൊരു കുഞ്ഞൊരു ഷോപ്പ് തുറന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു എന്നാ പറ്റിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു റിനോവേഷനാണ്, 2 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ റീ ഓപ്പൺ ആവുന്നു. അത് കേട്ടപ്പോഴേ എനിക്കൊരു ആശ്വാസമായത്. പിന്നെ അങ്ങനെ ചുമ്മാ ഓരോ കടയിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങുക, സാധനങ്ങളുടെ വില നോക്കുക, തിരിച്ചു വെക്കുക, ഇതൊക്കെ എൻ്റെ മെയിൻ പരിപാടി കേട്ടോ. പണ്ട് നാട്ടിലൊക്കെ ആയിരുന്നപ്പോഴും അതല്ലേ, നാട്ടിൽ നിന്ന് ആദ്യം ഈ UAE അബുദാബി വന്നപ്പോഴൊക്കെ എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരെന്ത് വിചാരിക്കും, നമ്മളെങ്ങനെ കടയിൽ കൂടെ ചുമ്മാ കയറുന്നതെന്നൊക്കെ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്, നാണം എന്ന് പറയുന്നൊരു സാധനം അങ്ങ് പോയി. നമ്മളെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഞാൻ മാത്രമല്ല, ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ചുമ്മാ വിൻഡോ ഷോപ്പിംഗ് നടത്തുന്നവരുണ്ട്. അങ്ങനെ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ പോകുന്നത്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലും കണ്ണിൽ കാണുന്നത് ഇഷ്ടപ്പെടുന്നു, എടുക്കുന്നു, അത്രയൊക്കെയല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ കയറുന്നതാണ് നമ്മുടെ ഒരു ബുക്ക് ഷോപ്പിൽ കയറി കേട്ടോ. ഇത് ശരിക്കും എനിക്ക് വേണ്ടിയിട്ടല്ല മെയിനായിട്ടും കയറുന്നത്, ഞാൻ ജേഡുക്കൂട്ടിന് വേണ്ടിയിട്ട് കയറുതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ജേഡു ഭയങ്കര ഒരു വായനപ്രിയനാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ബുക്സൊക്കെ കേട്ടോ. ഇങ്ങനെ പിള്ളേരുടെ ഏജിനനുസരിച്ച് ഇത് കണ്ടോ, ഫിക്ഷനൊക്കെ 8 to 12 ഇയേഴ്സിൻ്റെ ഇങ്ങനെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഓരോ ഏജിൻ്റെയും. അത് നോക്കിയിട്ട് നമ്മൾ എടുത്താൽ മതി. ഈ ജേഡു കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ ബുക്സ് വായിച്ചല്ലേ, ആദ്യമേ പടമൊക്കെ കണ്ട് വായിച്ചു തുടങ്ങിയോണ്ടാന്ന് തോന്നുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് ബുക്സ് കേട്ടോ. അപ്പം ഞാൻ നോക്കി അവന് പറ്റിയ വല്ലോ ബുക്സും ഉണ്ടോന്നേ. കാരണം അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ഞാൻ പുറത്തൊക്കെ ഷോപ്പിങ്ങിന് പോയിട്ട് ചെന്ന് കഴിയുമ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഉണ്ടേ നല്ലതല്ലേ അല്ലേ, നല്ല ബുക്സ് വല്ലതും ഉണ്ടേ ഒന്ന് വാങ്ങിക്കാമെന്ന് കരുതി നോക്കിയതാണ് കേട്ടോ. അവൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ബുക്സ് എന്ന് പറയുന്നത് ഡോഗ്മാനും വിംബി കിഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കും കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ എല്ലാ സീരീസും അവൻ വാങ്ങിക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഇനി പുതിയ വരാനില്ല. എന്നാലും വേറെ വല്ല നല്ല ബുക്സൊക്കെ ഉണ്ടോ എന്ന് കുറച്ച് നേരം ഇരുന്നൊക്കെ നോക്കി. അവനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലും അവൻ ആദ്യം കയറുന്നത് ഇതുപോലെ ഏതെങ്കിലും ബുക്ക് ഷോപ്പിലായിരിക്കും. ജേഡുവിന് അവധിയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ജേഡുവിനെയും കൊണ്ട് പോകും കേട്ടോ. അവനിപ്പോൾ സാധാരണ പിള്ളേരെ പോലെ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അമ്മ പെട്ടെന്ന് പോകാൻ നോക്ക്, വീട്ടിൽ പോകാം, അങ്ങനത്തെ ബഹളങ്ങളൊന്നും വെക്കില്ല. നമുക്ക് പറ്റിയൊരു കമ്പനിയാണേ നമ്മുടെ അടുത്ത് ഷോപ്പിങ്ങിനൊക്കെ വരും. അങ്ങനെ ഞാൻ പിന്നെ ഹോം സെൻറ്ററിൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് നല്ല കപ്പ് കണ്ടോ, മഗ്ഗില്ലേ, അത് കണ്ടപ്പോൾ കുറേ എന്നെ ഹടാതെ ആകർഷിച്ചു. നല്ല നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഫ്ലോറൽ ഡിസൈൻ വരുന്ന സാധനങ്ങളൊക്കെ ഈ ഹോം സെൻറ്ററിൽ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഞാനത് എന്താ പറയുന്നത്, ഒറിജിനൽ വില കൊടുത്തൊന്നും വാങ്ങിക്കുമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഹോം സെൻറ്ററിൽ നല്ല സെയിലുണ്ട്, അവരുടെ സാധനങ്ങളൊക്കെ ഒരുമാതിരി നല്ലതാണ്. അപ്പം ഞാൻ ഓർത്തു
ഈ സ്ഥിരം കപ്പിൽ തന്നെ കാപ്പി കുടിച്ചിട്ടേ ഞാൻ മടുത്തു. കപ്പൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന്. പക്ഷേ എൻ്റെ കൺസെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി നല്ല മുഴുത്ത കപ്പായിരിക്കണം. എന്താ പറയുന്നത്, നമുക്കൊരു അട്രാക്ഷൻ തോന്നണം ആ കപ്പിനോട്, കണ്ടാൽ കാപ്പി കുടിക്കാൻ തോന്നണം. അങ്ങനെ ഞാനൊരു കപ്പ് വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കേട്ടോ ബോഗെയിൻവില്ല കണ്ട ഒറിജിനൽ പോലെ തന്നെ ഇല്ലേ, എന്നാ ഭംഗിയാന്ന് നോക്കി. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയോ? അത്രയ്ക്ക് നല്ല ഒറിജിനാലിറ്റി അല്ലേ. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എൻ്റെ വില അധികം ഇഷ്ടപ്പെട്ടില്ല, അല്ലേ ഞാൻ വാങ്ങിച്ചേനെ. പക്ഷേ ഇതെല്ലാം കൂടെ ജസ്റ്റ് കേൾക്കുന്നല്ലേ, എങ്ങോട്ട് കൊണ്ടാ വെക്കാനാന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല. ഇപ്പം നമ്മൾ വാങ്ങിച്ചില്ലെങ്കിലും കാണുന്നതിന് നമുക്ക് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ കണ്ട് ട്രൈ ചെയ്ത്, പ്രത്യേകിച്ച് ഹോം സെൻറ്ററിലൊക്കെ കയറുവാണെങ്കിൽ നമുക്ക് ഹോം ഡെക്കോർ സാധനങ്ങളൊക്കെ കാണുമേ. ചിലതൊക്കെ കണ്ടാൽ നമുക്ക് എടുക്കാൻ തോന്നും, പിന്നെ നമ്മൾ ഓർക്കും എന്തിനാ ഇങ്ങനെ കാശ് പൊടിക്കുന്നതെന്ന്. പ്രത്യേകിച്ചും എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എൻ്റെ ഭയങ്കര വീക്ക്നെസ്സാണ്. കണ്ടാൽ എനിക്ക് എടുക്കാൻ തോന്നും, പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ കൺട്രോൾ ചെയ്യും. ഈയിടെ മിനായിൽ പോയിട്ട് ഞാൻ കാണിച്ചില്ലായിരുന്നോ, നമ്മൾ ഫ്ലവർ ഷോപ്പിൽ പോയി പ്ലാന്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവിടെ 450 ദിർഹംസ് പൊടിച്ചതാണ്. ഇനി ഇതും കൂടെ പൊടിച്ചാൽ ഞാൻ പിന്നെ ഓർത്തു വേണമെന്ന്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത് നമ്മുടെ ഐക്കിയയിൽ കയറി കേട്ടോ. ഐക്കിയയിൽ കയറിയാൽ ഇതൊക്കെ തന്നെ അവസ്ഥ, എന്തെങ്കിലുമൊക്കെ എടുക്കാൻ തോന്നും. കല്യാണത്തിന് മുമ്പൊക്കെ എനിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സാധനങ്ങൾ എടുത്താൽ മതി. അത് കഴിഞ്ഞ് കൊച്ചായി കഴിഞ്ഞപ്പം കൊച്ചിന് വേണ്ടിയിട്ടായി. ഇപ്പോൾ അതാണ്ട് എൻ്റെ ക്രൈസ് ഇമ്മാതിരി സാധനങ്ങൾ. ഇത് കണ്ടോ, ഐക്കിയയിൽ പോയാലും എൻ്റെ മെയിൻ കൺസേൺ ഇതേ ഇമ്മാതിരി ഏരിയയിലൊക്കെ കറങ്ങിത്തിരിഞ്ഞ് പ്ലാന്റ്സ്, അതിൻ്റെ പോട്ട് ഇതൊക്കെ നോക്കുക എന്നുള്ളതാണ്. അവിടെ എപ്പോഴും നല്ല നല്ല പോട്ട് കാണും. അതുകൊണ്ട് ഈ ഒരു യെല്ലോ പോട്ട് നല്ല ഭംഗിയില്ലേ, അത് പുതുതായിട്ട് വന്ന ന്യൂ അറൈവലാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം നോക്കി അതിൽ ചില സാധനങ്ങളൊക്കെ എടുത്തു, ചിലത് കണ്ടിട്ട് തിരിച്ചു വെച്ചു. അങ്ങനെ ഓരോ ഷോപ്പിൽ കൂടെയും കയറി ഇറങ്ങി നടന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഈ അൽവാദ മോളിൽ എനിക്കറിയാൻ മേലാത്ത ഒറ്റ ഷോപ്പില്ലെന്നുള്ള, എല്ലാ ഷോപ്പും അത് എവിടാണെന്നും അതിൻ്റെ കറക്റ്റ് പൊസിഷൻ എവിടാണെന്നും എനിക്ക് കറക്റ്റ് അറിയാം. കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ, എനിക്ക് ഓഫൊക്കെ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഇവിടെ. കാരണം ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വോക്കേ ഉള്ളൂ. വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെ ടാക്സിക്ക് വെയിറ്റ് ചെയ്യേണ്ട, നടന്നു പോവാം. ഇപ്പോൾ ക്ലൈമറ്റും കൂടെ നല്ലതായതുകൊണ്ടേ ചുമ്മാ അങ്ങനെ കറങ്ങി നടന്നാൽ മതിയല്ലോ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇപ്പം എന്നെ അറിയുന്ന ചിലരൊക്കെ വന്ന് വർത്താനം പറയും, ലിറ്റിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അത് വേറൊരു സന്തോഷം. അങ്ങനെ കുറേ അലഞ്ഞ് തിരിഞ്ഞ് അലച്ചിലിനൊടുവിൽ എനിക്ക് നന്നായി വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ ഉണ്ടല്ലോ, ഇന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു പുറത്തുനിന്നൊരു ഫുഡും കൂടെ കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ നേരെ ചെന്ന് കയറി കൊടുത്തു നമ്മുടെ പോളേട്ടൻ്റെ കടയിൽ, മനസ്സിലായല്ലോ അല്ലേ, പോൾസിൽ. അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ലഞ്ച്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ, ഒരു കോഫി കുടിച്ചതേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതെല്ലാം പ്ലാൻ ചെയ്താൽ ഇന്ന് പുറത്ത് കറങ്ങാൻ പോകണമെന്നും കറങ്ങാൻ പോകുമ്പം പുറത്ത് ഫുഡ് കഴിക്കണമെന്നൊക്കെ. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നോമ്പ് തുടങ്ങുക. ഈ പ്രാവശ്യം നോമ്പ് പിടിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമല്ല, നാളെ തൊട്ട് നോമ്പ് തുടങ്ങും. അപ്പം നോമ്പ് എടുക്കണം. എല്ലാ വർഷവും ജസ്റ്റ് എടുക്കുന്നത്, ഈ പ്രാവശ്യം ജസ്റ്റോടെ നോമ്പ് പിടിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എനിക്കവിടെ ചെന്ന് കഴിയുമ്പോൾ അവരൊരു സ്റ്റാർട്ടർ തരും കേട്ടോ. അവരുടെ തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു ബ്രെഡും ബട്ടറും ഒക്കെ ആയിട്ട് അത് കൂട്ടി, അത് നമ്മൾ നന്നായിട്ട് വിശന്നിരിക്കുമ്പോഴേ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ പോൾസിൽ കയറി എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇതിനൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചില ആൾക്കാരൊക്കെ കമൻറ്റ് ഇട്ടു, എന്തൊരു തള്ളയാണ് ഇത്, ഇങ്ങനെ ഉണ്ടോ, ആ കൊച്ചിനെ പോലും കൊണ്ടുപോയില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ചോദിക്കട്ടെ, കൊച്ചു സ്കൂളിലും കെട്ടിയൻ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഒരിടത്തും പോകരുതെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ, നമ്മളത് എൻജോയ് ചെയ്യണമെന്നേ. ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ ഇടയ്ക്ക് പോകാറുണ്ട്. ഞാൻ തന്നെ പുറത്ത് പോയി ഞാൻ തന്നെ ഫുഡ് കഴിച്ച്. അതിപ്പോൾ എൻ്റെ കൊച്ചിനും പ്രശ്നമില്ല, എൻ്റെ കെട്ടിയവനും പ്രശ്നമില്ല. പിന്നെ നമ്മൾ ആരെയും മൈൻഡ് ആക്കണ്ടേ, ആരെയോ നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് വേണ്ടിയും കൂടെ എന്താ പറയുന്നത്, ലൈഫ് എൻജോയ് ചെയ്യണമെന്നേ. നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്നിരുത്തി കാശ് ചുമ്മാ ആഡംബരമായിട്ട് ചിലവാക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. അല്ലാതെ ചുമ്മാ വീട്ടിലിരുന്നാലേ നമുക്കാരും സന്തോഷമൊന്നും കൊണ്ടുത്തരികയില്ല. നമ്മുടെ സന്തോഷങ്ങൾ ഇതൊക്കെയാണെങ്കിൽ നമ്മളെന്തിനാ പിന്നെ മടിക്കുന്നത്? പിന്നെ നമ്മൾ ആരെയാണ് നോക്കണ്ടേ? ആൾക്കാർ പല കമൻറ്റും പറയും, എന്തോ ഒരു പെണ്ണാ, അല്ലെ എന്തൊരു പെണ്ണുപിള്ളയാ, ആ കൊച്ചിനെ കൊണ്ടുപോയില്ലല്ലോ, ആ കെട്ടിയോനെ കൊണ്ടുപോയില്ലല്ലോ എന്നൊക്കെ. അവർക്കും പോരുതോ? നമ്മൾ ആരോടും പോകണ്ടെന്ന് പറയുന്നില്ലല്ലോ.
അതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു. നമ്മൾ ഈ നാട്ടിൽ സദ്യ കഴിച്ച് കഴിയുമ്പോഴേ ഒരു കട്ടൻ കാപ്പിയും കൂടെ കുടിക്കണമെന്ന് തോന്നുന്ന പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് കാപ്പി കുടിക്കാനുള്ളൊരു ക്രേവിങ്സ് ഉണ്ടായി കേട്ടോ. അതിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ കോഫി കുടിക്കാതെ ഞാൻ തിരിച്ചു വരുമോ? നമ്മുടെ അൽവാദാമോളിൽ ഒരു സ്റ്റാർബക്സ് അല്ല ഉള്ളത്, വേറെ ഉണ്ട്. അങ്ങനെ അവിടെ പോയി ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം, കുറേ നടന്നു കഴിയുമ്പോൾ മടുക്കുകയല്ലേ, അങ്ങനെ അവിടെ ഇരുന്ന് കോഫി എല്ലാം കുടിച്ച് കുറച്ച് നേരം ചില്ലായി. പിന്നെയും കുറച്ച് നേരം ഷോപ്പിംഗ് എല്ലാം നടത്തി അതുവഴി തെണ്ടി തിരിഞ്ഞ് ഞാനപ്പോൾ ഓർത്തു കൊച്ചു സ്കൂളിൽ നിന്ന് വരാറായി, ഇനി തെണ്ടിത്തിരിയലൊക്കെ നമുക്ക് നിർത്താം, പതുക്കെ വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ തൽക്കാലം എൻ്റെ തെണ്ടിത്തിരിയലുകൾക്കും ഷോപ്പിങ്ങുകൾക്കും ഒക്കെ ഒരു വിരാമം ഇടുകയാണ്. തൽക്കാലം എൻ്റെ മനസ്സൊക്കെ ഓക്കെ, ഞാനും ഹാപ്പിയായി, ഒന്ന് ചില്ലായി, റിഫ്രഷായി. എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് പോകണം, ഇങ്ങനെയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ കൃതാർത്ഥയായി സുഹൃത്തുക്കളെ, കൃതാർത്ഥയായി. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.